സുഖമല്ല എല്ലാവർക്കും. സോ ദിസ് ഈസ് ദി 8th ഡേ ഓഫ് മൈ ചലഞ്ച്. 8ാമത്തെ ദിവസമാണിന്ന്. സോ ഇന്ന് സന്തോഷത്തിലാണ് ഞാൻ എണീറ്റത്. ഇന്നലെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കിടന്നുറങ്ങി, സുഖമായിട്ട് ഉറങ്ങി, എണീറ്റു. ഭയങ്കര സന്തോഷമായിട്ടാണ് രാവിലെ എണീറ്റ്. എനിക്കറിയില്ല എന്താന്ന്, 8 ദിവസമൊക്കെ അതിൻ്റെ എനിക്കാം അറിയില്ല. ഓക്കെ, ഇപ്പം നിന്ന് നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. എനിക്കറിയാൻ വയ്യ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് എന്താ പറ്റുന്നതെന്ന്. ഒരു മാർച്ച് ഈ അവസാനമൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടാവുന്നുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ എടുത്തിട്ടത് സ്വെറ്റർ. കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് സ്വെറ്റർ പോയിട്ട് നമ്മുടെ ബ്ലാങ്കറ്റ് പോലെ നമ്മൾ എടുത്തിടാൻ പറ്റാത്ത ചൂടായിരുന്നു. എന്തെങ്കിലും ആകട്ടെ, നമുക്കിനി പെട്ടെന്ന് നമ്മുടെ മെഡിറ്റേഷൻ കാര്യങ്ങളിലേക്ക് കിടക്കാം. എനിക്കിന്ന് കുക്ക് ചെയ്യണം, കാരണം ഇന്നലെ രാത്രി കുക്ക് ചെയ്തില്ല. അപ്പോൾ ഫുഡൊക്കെ വെക്കണം. ഓക്കെ. ഇപ്പോൾ ഏഷ്യക്രിയ ചെയ്തു, അതുപോലെ തന്നെ എക്സസൈസും ചെയ്തു. കുറച്ച് എക്സസൈസ് ചെയ്തോളൂ, കാരണം എനിക്ക് ഫുഡ് ഉണ്ടാക്കണം. ഇന്നലെ രാത്രി ഫുഡൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു ഞാൻ. നല്ലൊരു ഉറക്കം വന്നു, അപ്പോൾ ഞാൻ കിടന്നുറങ്ങി. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഫുഡ് വെക്കണം. ഉച്ചയ്ക്ക് കൊണ്ടുപോകാനും വെക്കണം. ചിലപ്പോഴേ ഇന്ന് ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. ഫുഡ് കൊണ്ടുപോകാനും വെക്കണം. അതുപോലെ തന്നെ എന്തായാലും ചോറും കറിയും വെക്കണം ഉച്ചക്കത്തേക്ക്. പിന്നെ രാവിലത്തേക്ക് എന്തെങ്കിലും കഴിക്കണം. കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറുണ്ടാക്കാൻ വേണ്ടി വെച്ചു. ഹലോ ഗൈസ്. അപ്പം ഞാനാണെങ്കിലേ ഫാർമക്കോളജി ഇരുന്ന് പഠിച്ചു. ഇന്നലെ മാം പഠിപ്പിച്ചത്, ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് എല്ലാ ദിവസവും മാം ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന പോലെ എണീപ്പിച്ചേർത്ത് ചോദ്യം ചോദിപ്പിക്കാനല്ല, ഇങ്ങനെ കാഷ്വലായിട്ട് ചോദിക്കും. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ആർക്കും ഒരു മാങ്ങാത്തുള്ളി അറിയത്തില്ലായിരുന്നു. ഫാർമ ഭയങ്കര ഒരു ഓർത്ത് വെക്കാൻ പാടുള്ളൊരു സബ്ജക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് നോട്ട്സ് എഴുതിയില്ലെങ്കിൽ എൻ്റെ തലയിൽ നിൽക്കത്തില്ല. അപ്പോൾ ഞാൻ ആ രീതിയിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഞാൻ എഴുതും. അപ്പം അങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ ഫുഡ്, ഫ്രൂട്ട്സും മുട്ടയും കൊണ്ടുവന്നു. ചോറ് വെച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇന്ന് വന്ന് കഴിക്കാം. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം. സോ കഴിക്കാം. ഗൈസ്, ഞാനാണെങ്കിലേ ബ്ലൂബെറി വാങ്ങിച്ചാലേ. ദിസ് ഈസ് ദ ബെസ്റ്റ് ബ്ലൂബെറി ഐ എവർ ഹാഡ്. അടിപൊളി സാധനം. ഞാൻ ബ്ലൂബെറി നാട്ടി വെച്ചും കഴിക്കാറുണ്ട്, പക്ഷേ അതിനേക്കാൾ കൊള്ളാം. പിന്നെ എല്ലാ ദിവസവും ഒന്നും കഴിക്കത്തില്ല, കാരണം കഴിക്കും 1-2 ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് 1-2 ഓരോ ദിവസം കഴിക്കുന്നത്. മുതലാവില്ല സജിയെ, ഭയങ്കര വില ഈ സാധനത്തിന്. എന്നാലും എൻ്റെ കയ്യിലിരുന്ന പൈസ ഇത് വാങ്ങിച്ചപ്പോൾ തീർന്നു. പക്ഷേ കണ്ടപ്പോൾ വാങ്ങിക്കണം എന്ന് തോന്നി. അയ്യോ, എല്ലാ ദിവസവും ഓരോന്നെങ്കിലും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഒരു ഹതഭാഗ്യാണ് ഞാൻ. ഹലോ ഗൈസ്, ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പം കറണ്ട് പോയി. ഇപ്പോൾ വെറും എമർജൻസി ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് നിങ്ങളെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വായിച്ചുകൊണ്ടിരുന്ന് എന്നിട്ട് ഞാൻ പോയി റെഡിയാവാൻ പോയി. ഇപ്പോഴാണ് കറണ്ട് പോയത്. പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ പിള്ളേരോട് പറയാം, എമർജൻസി വെട്ടത്തിലിരുന്നാണ് നമ്മളൊക്കെ പഠിച്ചതെന്ന്. നല്ല ചളിയല്ലേ, എനിക്കറിയാം. ഗായ്സ്, ഞാൻ ഇറങ്ങി ചുമടും തൂക്കിയിട്ട് വീട്ടിൽ വന്നു. ഗൈസ്, ഒന്ന് ഫ്രഷ് ആവണം, എല്ലാം കഴിക്കണം, വിശക്കണം. ഹലോ ഗൈസ്, അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. എനിക്ക് ഇന്ന് 12 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. വന്നിട്ട് ഞാൻ ഫ്രഷൊക്കെ ആവാൻ പോയി, ഒന്ന് മേല് കുളിക്കാനൊക്കെ പോയായിരുന്നു. അപ്പം എനിക്ക് ഫുഡിനെ ഉണ്ടാക്കണം. ഞാൻ പറയാം, രാവിലെ ഞാൻ ചോറ് മാറ്റം വെച്ചിട്ടാണ് പോയത്. എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് വരുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. എനിക്ക് ഒരു അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ക്ലാസ്സിലിരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കണം. അതിനകത്ത് ഞങ്ങൾക്കൊരു ഫ്രെയിം ചെയ്യണം. ഞങ്ങൾ 5 സബ്ജക്റ്റാണുള്ളത്. അതിൽ ഒരെണ്ണമാണ് വെറ്ററിനറി പാരസൈറ്റോളജി. സോ പാരസൈറ്റോളജിയിൽ നമുക്ക് ഓരോ പാരസൈറ്റിൻ്റെ പേര് തന്നിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്രെയിം ചെയ്യാനായിട്ടൊരു അസൈൻമെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു കുറേ ആഴ്ചയായിട്ട് അത് ചെയ്ത് കൊടുത്തു. മാമിന് അത് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ മാറ്റണം, ഇങ്ങനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ലാസ്റ്റായിട്ട് ഇങ്ങനെ ഓരോന്ന് വട്ടം ചെയ്ത് സബ്മിറ്റ് ചെയ്യും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇരുന്ന് എന്താണോ മാമിന് വേണ്ടത് അതുപോലെ ചെയ്തിട്ട് അങ്ങ് കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. സോ അത് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഫുഡ് കഴിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ വിശന്ന് ചത്തു പോയി. നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടത്തോരനും തൈരും ഉണ്ടാക്കാം. അപ്പം ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ കണ്ട എണ്ണയൊക്കെ കട്ടിയായിട്ടിരിക്കുന്നു. ഇപ്പോഴും പിഴിഞ്ഞെടുക്കണം എണ്ണ ഇങ്ങനെ. അപ്പോൾ എൻ്റെ മുട്ടത്തോരൻ മുട്ട ബുർജി എന്നൊക്കെ പറയാം. ഞാൻ ഈ റെസിപ്പി ഒന്നും പറയില്ല,
റെസിപ്പിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വെറുതെ എന്തിനാ പാചകം അറിയാവുന്നവർക്കൊരു വിഷമം ഉണ്ടാക്കുന്നത്. അത്രയ്ക്ക് പാചകറാണിയൊന്നും അല്ല ഞാൻ. സോ എൻ്റെ റെസിപ്പി പറഞ്ഞ് ഇനി അവർ പാചകം അറിയാവുന്നവർ ആത്മഹത്യ ചെയ്യും. ഇതെല്ലാം ഒരു തട്ടിക്കൂട്ടാണ്. ഓക്കെ, സോ ഇതൊക്കെ ഉണ്ടാക്കാം. ഞാൻ തൈര് പൊടി ആണ് കഴിക്കാൻ പോകുന്നത്. സോ ഗൈസ്, എൻ്റെ ഈ ഉച്ചഭക്ഷണം ഞാൻ റെഡിയാക്കി. ചോറ് ആൻഡ് മുട്ടത്തോരൻ ആൻഡ് തൈര്. ഹൗസ് ഇറ്റ്. ഇതാണ് എൻ്റെ ഭക്ഷണം. അപ്പം എൻ്റെ ഈ പാത്രത്തിൻ്റെ അളവും ചോറിൻ്റെ അളവും പിന്നെ ഈ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ കൊച്ചു എന്ത് തീറ്റയാണെന്ന് തോന്നും. അതെ ഗൈസ്, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും ചോറും. പിന്നെ അമ്മയുടെ ഫുഡൊക്കെ ആണെങ്കിൽ നല്ലപോലെ കഴിക്കും. നാട്ടിൽ വന്നാൽ തീറ്റ തന്നെ. കൊള്ളാം. ഉണ്ടാക്കിയോണ്ട് പറയാം നല്ലതാ. പക്ഷേ റെസിപ്പി ചോദിക്കരുത്, എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. കഴിക്കട്ടെ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ വന്നത് അസൈൻമെൻറ്റ് ചെയ്യാനായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ട്, അത് കാരണം ഇത് നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ പാരസൈറ്റ്സിൻ്റെ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അവിടെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തൂക്കാനെങ്ങാണ്ടാണ്. ഓക്കെ, ഇത് എല്ലാ വർഷവും ചെയ്യിപ്പിക്കും. അവിടെ ഫ്രെയിമുകൾക്ക് കുറവൊന്നുമില്ല. ഇത് എന്തോ തടി വെച്ചുള്ള ഫ്രെയിമൊക്കെ തന്നെ വേണം. 250 രൂപയാണ് ഒരാളുടെ നിന്ന് വാങ്ങിച്ചത്. അപ്പം അത് മാത്രമല്ല, ലാമിനേഷൻ മതി. അവിടെ ലാമിനേഷൻ കുറേ ഇരിപ്പുണ്ട്. ലാമിനേഷൻ മതി, കാരണം നെക്സ്റ്റ് ഇയർ വരുന്ന കുട്ടികളുടെ നിന്നും സെയിം സാധനം അവർക്ക് അസൈൻമെൻറ്റ് കൊടുക്കും. അപ്പോൾ അവരും ഉണ്ടാക്കും. കഴിഞ്ഞ മാസം ഞാൻ വരുന്ന ടൈമിൽ ഞാൻ ഒരെണ്ണം ചെയ്തു കൊടുത്തു. അന്നൊന്നും പറയാത്ത, നമ്മൾ എന്നോടൊന്നല്ല കേട്ടോ, ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ അടുത്ത് ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അന്ന് ഒന്നും പറഞ്ഞില്ല, ഈ നിബന്ധനകളൊന്നും പറഞ്ഞില്ല, റൂൾസ് ഒന്നും പറഞ്ഞില്ല. അതിൻ്റെ അത്രയും വലുപ്പം വേണം, ഇത്രയും വലുപ്പം വേണം, ഫോൺ സൈസ് ഇങ്ങനെ ആയിരിക്കണം, ഫോണിൻ്റെ സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കണം, അതൊന്നും അന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഈ ഒരു 2 ദിവസം കൊണ്ട് മറ്റേത് പ്രിൻ്റ് അടിക്കാൻ പോയപ്പോഴത്തേക്ക് ഇത് അങ്ങനെ പറ്റത്തില്ല, ഇതിൻ്റെ ഫോൺ സൈസ് ഇത് വേണം, അത് വേണം. ഓ ഗോഡ്, ഐ ഡോണ്ട് നോ. എനിവേ, അസൈൻമെൻറ്റ് ഇപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ തൊട്ട് ഞാൻ തുടങ്ങിയതാണ്. ഈ ഒരു ഇത് മാറ്റം വരുത്തി അയച്ചു കൊടുക്കും. മാം പറയും ഇതിൻ്റെ സൈസ് കുറച്ചുകൂടെ കൂട്ടുക, അവരുടെ പേര് കുറച്ച് മത്തങ്ങ വലിപ്പത്തിൽ വേണം, എൻ്റെ പേര് കുറച്ചും കൂടി ചെറുതാക്കുക, എന്നിട്ട് സൈഡിലാക്കുക, കുറച്ചുകൂടി വലുതാക്കുക. എനിവേ ദാറ്റ്സ് ലൈക്ക് അക്കാഡമിക് തിങ് ആണ്. അവർക്ക് ചിലപ്പം ചില കാര്യങ്ങൾ ഉണ്ടാവും. ബട്ട് നമ്മൾ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മടുപ്പും ദേഷ്യവും വരും. എനിക്കത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അത് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഞാൻ ആദ്യം തൊട്ടിരുന്ന് ചെയ്യേണ്ടി വന്നു. സോ കുറച്ച് ദേഷ്യമായി. പിന്നെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്തോ പെട്ടെന്നൊരു സംഭവം മൈൻഡിൽ ഉടക്കിയിട്ട് കുറച്ച് ഡള്ളായി, മൂഡ് ഓഫ് ആയി. ഇന്നലെ തൊട്ട് എനിക്ക് ഒരു ഹോം സിക്നെസ് അടിക്കുന്നുണ്ട്, വീട്ടിൽ പോകണം, അറിയാൻ വയ്യ എന്താന്ന്. പിന്നെ ഞാൻ കുറച്ച് നേരം അതെല്ലാം ചെയ്തു, ഓക്കെ ആയി. ഞാൻ അയച്ചു കൊടുത്തു പ്രിൻറ്റ് ചെയ്യാനായിട്ട്, ഫ്രെയിമിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നു, ആ ഒരു മൂഡ് ഓഫ് ഒക്കെ മാറാൻ. പക്ഷെ മാറിയില്ല, കുറച്ച് എന്തോ മൂഡ് ഓഫ് ഉണ്ട് ഇപ്പോഴും. മൂഡ് ഓഫ് എന്നല്ല, കുറച്ചൊരു എന്തോ ഒരു ഡൾനെസ് ഉണ്ട്. കുറച്ച് നേരം ഒന്ന് കിടന്നു. ഇതുവരെ എടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ കയറ്റി. അപ്പോൾ എന്തായാലും അതൊക്കെ ബാക്കി ഇതും കൂടി കയറ്റി അടിച്ച് നമുക്ക് ഇന്ന് തന്നെ വീഡിയോ ഇടണം. വീഡിയോ ഇടുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ. വീഡിയോ ഇടണമെന്നാലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം അത് ചെയ്യണം. പിന്നെ ഇനി ഒന്നുമില്ല, ചായ കുടിക്കണം. ചായ കുടിക്കുമ്പോൾ കുറച്ച് ഒരു റിലാക്സേഷൻ കിട്ടും. അപ്പോൾ ചായ കുടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെയൊക്കെ വീട്ടിൽ പോകണം എന്നുള്ളൊരു ഹോം സിക്നെസ് വന്നായിരുന്നു. എന്താണെന്നറിയില്ല, ഇന്നലെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പം വീട്ടിലൊക്കെ പോകണം, വീട്ടിലിരിക്കണം എന്നൊക്കെ തോന്നി. ഇപ്രാവശ്യം നാട്ടിൽ പോകുന്നതിനും വീട്ടിൽ പോകുന്നതിനൊക്കെ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ സസ്പെൻസ്. ആൻഡ് ഐ എം സോ ഹാപ്പി. അതാലേക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ ഡൾനെസ് ഉണ്ട്. രാവിലെ ഞാൻ ഭയങ്കര കിടിലമായിട്ടൊക്കെയാണ് എണീറ്റത്. രാവിലെ അടിപൊളി, ഇന്ന് സൂപ്പറായിട്ട് എണീറ്റെന്നൊക്കെ പറഞ്ഞാണ് ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറയുന്നത്. അപ്പം അതിനും കൂടി ഇച്ചിരി മൂഡ് ഓഫ് ആയി. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് ഒരു ചെറിയത്. സാരമില്ല രമണ, നാളെ രാവിലെ ആകുമ്പോൾ എല്ലാം ശരിയാവും. ഈ വീഡിയോ അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഐ ബി ഫൈൻ. ഇങ്ങനെ പിന്നെ കുറച്ച് സീരീസ് ഒക്കെ കണ്ട് ഞാനങ്ങ് റെഡിയാക്കും. ഫ്രണ്ട്സോ പ്രൈം വീഡിയോയിലുണ്ട് ഫ്രണ്ട്സ് കേട്ടോ. ഞാൻ നെറ്റ്ഫ്ലിക്സിന് പോയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രൈമിലുണ്ട്. സോ ഞാൻ അത് കണ്ട് സന്തോഷിക്കാം. ഇത്രയേ ഉള്ളൂ, നമുക്ക് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇനി ചായ ഇടണം, കുടിക്കണം, വീഡിയോ എഡിറ്റ് ചെയ്തിടണം, എന്നിട്ട് വെറുതെ ഇരിക്കണം. നാളെ അവധിയാണ്. സോ ഇന്ന് ഫുള്ള് ജോളി മൂഡാണ്. ഇന്ന് ഫുള്ള് സിനിമയൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. എങ്കിലും എൻ്റെ മൂഡ് ഓഫ് മാറുള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ടു മൈ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ, സോ ദിസ് ഇസ് Day 8. നാളെ Day 9 വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗൈസ്. പിന്നെ ഓക്കെ ബൈ ഗൈസ്.